അർജുൻ പീതാംബരൻ കൂടിയുണ്ട്. അർജുൻ, ഇപ്പോൾ ഡൽഹിയിൽ ഇന്നലെ നമ്മൾ കണ്ട സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പ്രത്യേക യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സേനാ സംവിധാനങ്ങളുടെ തലവന്മാരുമായി ബന്ധപ്പെട്ടുള്ള യോഗം പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിലവിലിപ്പോൾ അന്തരീക്ഷം എവിടെ എത്തിയിരിക്കുന്നു? ഒരു സംയമനം ഉണ്ടാകുന്നുണ്ടോ? സമാധാനം സംഭവിക്കുന്നുണ്ടോ? എവിടങ്ങളിലുമൊക്കെ വീണ്ടും ആക്രമണം തുടരുകയാണോ? ഒപ്പം തന്നെ ഈ പഞ്ചാബിൽ ഒരു കുടുംബത്തിലുള്ള ആളുകൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? പറയൂ. അക്ഷയ, പ്രജീഷ്, നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ സംയമനം എന്നുള്ളത് അത് സ്വപ്നത്തിൽ പോലുമില്ല എന്ന് വേണമെങ്കിൽ കരുതേണ്ടി വരും. കാരണം അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായ രണ്ടാം ദിവസം ഈ ഡ്രോൺ കൊണ്ടുള്ള പ്രകോപനം ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പ്രകാരം കാശ്മീർ താഴ്വരയിലും ഡ്രോണുകൾ എത്തി. കാശ്മീർ താഴ്വരയിൽ ബഡ്ഗാം, അതുപോലെ തന്നെ അവന്തിപുര, സോപ്പോർ മേഖലകളിൽ ഡ്രോണുകൾ എത്തി. പക്ഷേ അതെല്ലാം തന്നെ ഇന്ത്യ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പഞ്ചാബിലാണ്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഒരു ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ്റെ ഡ്രോൺ വന്ന് പതിച്ചു. അതായത് ഈ കൂട്ടത്തിൽ ഒരു ഡ്രോൺ മാത്രം എന്തോ വന്ന് നിലത്ത് പതിക്കുകയാണ് ഉണ്ടായത്. അത് ഒരു കുടുംബത്തിലെ ചില ആളുകൾക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചു. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സാരമായിട്ടുള്ള ഒരു പരിക്കല്ല. കാരണം ചെറിയ ഡ്രോണാണ്, നിരീക്ഷണത്തിന് വേണ്ടിയെല്ലാം തന്നെ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോണാണ്. അത് ഇത്തരത്തിലൊരു ജനവാസ മേഖലയിൽ വന്ന് പതിച്ച് അതിൻ്റെ ചെറിയ പൊട്ടിത്തെറിയിലാണ് ഇത്തരത്തിലുള്ള പരിക്കുകൾ, അതായത് ചെറിയ പോറൽ പോലുള്ള പരിക്കുകളാണെന്നാണ് നിലവിൽ പ്രാഥമികമായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം.